ആയിരമായിരങ്ങൾ
പറയുന്നുണ്ട്. മറ്റുള്ളവരെ ചതിക്കുവാൻ വേണ്ടി എടുക്കുന്ന കെണി തനിക്ക് തന്നെ വിനിയായി തീരും എന്നാണ് അതിന്റെ അർത്ഥം. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നത് മറ്റൊരു പഴഞ്ചൊല്ല്. അതായത് പഴഞ്ചൊല്ല് പാഴ്വാക്കായില്ല എന്ന് സാരം. ഈ പഴഞ്ചൊല്ലിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിലെ സംഭവത്തെ ആസ്പദമാക്കി സുപ്രസിദ്ധ കാഥികൻ കോട്ടയം ബാബുരാജ് രചിച്ച ഒരു കഥാപ്രസംഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത യാചിച്ചും കൊണ്ടും സഹൃദയരായ നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചും കൊണ്ടും ആരംഭിക്കട്ടെ എന്റെ കഥ എസ്തേർ. ശൂഷൻ രാജാവ് അഹശ്വേരോശിന്റെ കൊട്ടാരം. ഉത്സവ പ്രതീതി ജനിപ്പിക്കും വിധം കൊട്ടാരവും പരിസരവും അണിഞ്ഞൊടുങ്ങി നിൽക്കുന്നു. പേർഷ്യയിലെ മേദിയിലെ സേനാധിപന്മാർക്കും പ്രവിശ്യയിലെ പ്രമാണിമാർക്കും വേണ്ടി രാജാവ് കഴിഞ്ഞ 7 ദിവസമായി നടത്തിവരുന്ന സൽക്കാരത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന്. അഹശ്വേരോശും അതിഥി വൃന്ദവും വീണിന്റെ ലഹരിയിലാണ്. ഉത്സവ ലഹരിയിൽ അണിഞ്ഞൊടുങ്ങി അഹശ്വേരോശിൻ കൊട്ടാരം. അതിഥികൾ വൃന്ദം ആഘോഷത്തിൽ ആഹ്ലാദിപ്പു സാമോദം. ഉത്സവ ലഹരിയിൽ അണിഞ്ഞൊടുങ്ങി അഹശ്വേരോശിൻ കൊട്ടാരം. അതിഥികൾ വൃന്ദം ആഘോഷത്തിൽ ആഹ്ലാദിപ്പു സാമോദം. മദ്യലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ രാജാവിനോട് ആഗ്രഹം. അതിസുന്ദരിയായ തന്റെ ഭാര്യ വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം അതിഥികളെ ഒന്ന് കാണിക്കണം. അതിനുവേണ്ടി റാണിയെ കൂട്ടിക്കൊണ്ടു വരുവാൻ രാജാവ് ഒരു ഭൃത്യനെ പറഞ്ഞയച്ചു. പക്ഷേ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നവരുടെ മധ്യത്തിലേക്ക് ഒരു പ്രദർശന വസ്തുവായി വരുവാൻ രാജ്ഞി തയ്യാറായില്ല. തന്റെ വാക്ക് ധിക്കരിച്ച് വിശിഷ്ട അതിഥികളുടെ മുമ്പിൽ തന്നെ അപമാനിച്ച രാജ്ഞിയോട് രാജാവിനുണ്ടായ കോപം നിയന്ത്രണാതീതമായി. അവളെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായി അഹശ്വേരോശ് രാജസദസ്സിൽ വെച്ച് പ്രഖ്യാപിച്ചു. വസ്തി രാജ്ഞിക്ക് പകരമായി റാണി പദവിക്ക് അനുയോജ്യമായ മറ്റൊരുവളെ കണ്ടെത്തുവാനും രാജാവ് തീരുമാനിച്ചു. ശൂഷൻ രാജാവിന്റെ കൊട്ടാരത്തിൽ മൊർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. ബാബിൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചോണ്ട് വന്നവരിൽ ഒരുവനാണ് മൊർദെഖായി. സത്യദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിനും ധർമ്മിഷ്ഠനുമായിരുന്നു അയാൾ. അയാളുടെ പിതൃ സഹോദരന്റെ പുത്രിയാണ് എസ്തേർ. അവളുടെ ശൈശവാവസ്ഥയിൽ മാതാപിതാക്കന്മാർ മരിച്ചുപോയി. പിന്നീട് അവളെ വളർത്തിയത് മൊർദെഖായിയാണ്. സൗന്ദര്യത്തിലും സൽസ്വഭാവത്തിലും ദൈവവിശ്വാസത്തിലും അവളെ വെല്ലുവാൻ മറ്റാരും തന്നെ ആ രാജ്യത്തുണ്ടായിരുന്നില്ല. ആമുഖ കാന്തിയും ആകാര ഭംഗിയും ആരിലും കാണാത്ത ശാലീന ഭാവവും ആരു കണ്ടാലും കൊതി പൂണ്ടു നിൽക്കുന്ന ആഴുമലാണവൾ കോമളാംഗി. ആമുഖ കാന്തിയും ആകാര ഭംഗിയും ആരിലും കാണാത്ത ശാലീന ഭാവവും ആരു കണ്ടാലും കൊതി പൂണ്ടു നിൽക്കുന്ന ആഴുമലാണവൾ കോമളാംഗി. പുറത്താക്കപ്പെട്ട വസ്തി രാജ്ഞിക്ക് പകരമായി രാജപത്നിയുടെ സ്ഥാനത്തേക്ക് എസ്തേർ അവരോധിക്കപ്പെട്ടു. അവളുടെ സൗന്ദര്യവും സ്വഭാവ നൈർമല്യവും കർമ്മകുശലതയും രാജ്ഞിയുടെ പദവിക്ക് യോജിച്ചതായിരുന്നു. താനൊരു യഹൂദ സ്ത്രീയാണെന്ന വിവരം എസ്തേർ രാജാവിനെ അറിയിച്ചിരുന്നില്ല. ആ കാലത്ത് രാജാവിന്റെ കാവൽക്കാരായ 2 പേർ രാജാവിനെ കൊല്ലുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന വിവരം മൊർദെഖായി അറിഞ്ഞു. അവൻ ആ കാര്യം എസ്തേർ അത് രാജാവിനെ അറിയിച്ചു. അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ട 2 പേരെയും തൂക്കിക്കൊന്നു. ഈ സംഭവത്തോടുകൂടി അഹശ്വേരോശിന് എസ്തേറിനോടുള്ള സ്നേഹവും വിശ്വാസവും 10 മടങ്ങ് വർദ്ധിച്ചു. അവൾ ഇന്ന് രാജാവിന് എല്ലാമാണ്. നീ എന്റെ ഹൃദയത്തിൻ സ്വപ്നമല്ലേ, നീ എന്റെ സ്വപ്നത്തിൻ രാഗമല്ലേ, നീ എന്റെ രാഗത്തിൻ താളമല്ലേ, നീ എന്റെ ജീവന്റെ ജീവനല്ലേ.
വിശ്വസിച്ചതും വിശ്വസ്തനായതും. രാജദാസന്മാരെല്ലാവരും ഹാമാനെ കാണുമ്പോൾ കുമ്പിട്ട് വടിക്കുമായിരുന്നു. എന്നാൽ മൊർദെഖായി മാത്രം അപ്രകാരം ചെയ്യാറില്ലായിരുന്നു. തന്മൂലം ഹാമാന്റെ ഉള്ളിൽ മൊർദെഖായിയോട് പകയും വിദ്വേഷവും ഉണ്ടായി. അവനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് ഹാമാൻ തീരുമാനിച്ചു. മൊർദെഖായി യഹൂദനാണെന്ന വിവരം അറിയാമായിരുന്ന ഹാമാൻ ദേശത്തെ യഹൂദന്മാരെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ കടികൾ നീക്കി. ദേശത്തെ യഹൂദ ജനത നിയമം പാലിക്കുന്നില്ലെന്നും അവർ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും അവരെ വെച്ചു പൊറപ്പിക്കുന്നത് രാജാവിനും രാജ്യത്തിനും ഭീഷണിയാണെന്നും അതുകൊണ്ട് അവരെ കൊന്നൊടുക്കണമെന്നും ഹാമാൻ രാജാവിനോട് പറഞ്ഞു. രാജ്യദ്രോഹികളായ യൂതന്മാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു കൊള്ളുവാനുള്ള പൂർണ്ണ അധികാരം രാജാവ് ഹാമാന് നൽകി. രാജാവിനെ രാജ്യത്തെ രക്ഷിക്കാൻ തന്ത്രമെടഞ്ഞ ഹാമാനെ പ്രശംസിച്ചുകൊണ്ട് അഹശ്വേരോശ് രാജാവ് തന്റെ മുദ്രമോതിരം ഹാമാന് സമ്മാനിച്ചു. നേടിയെടുത്തവൻ കുൽസിതമാർഗ്ഗത്താൽ രാജാവിൻ പ്രീതിയും സ്ഥാനമാനങ്ങളും യൂദവംശത്തെ നശിപ്പിക്കുവാനുള്ള രാജാനുവാദവും കൈക്കലാക്കി. നേടിയെടുത്തവൻ കുൽസിതമാർഗ്ഗത്താൽ രാജാവിൻ പ്രീതിയും സ്ഥാനമാനങ്ങളും യൂദവംശത്തെ നശിപ്പിക്കുവാനുള്ള രാജാനുവാദവും കൈക്കലാക്കി. അന്ന് 7-ാം ദിവസം അപാലവൃത്തം യഹൂദന്മാരെ വധിക്കണമെന്ന് കാണിച്ച് രാജാവിന്റെ പേര് മുദ്ര വെച്ച് ഹാമാനൊരു കൽപ്പന തയ്യാറാക്കി. എല്ലാ പ്രവിശ്യകളിലെയും അധികാരികൾക്ക് സന്ദേശവാഹകൻ മുഖേന കൽപ്പന കൊടുത്തയച്ചു. രാജ്യദ്രോഹികൾക്ക് നേതൃത്വം കൊടുക്കുന്ന മൊർദെഖായിയെ തൂക്കിക്കൊല്ലുന്നതിന് 50 മീറ്റർ ഉയരമുള്ള ഒരു കരിമരം ഹാമാൻ രഹസ്യമായി തയ്യാറാക്കി. രാജകൽപ്പനയറിഞ്ഞ് ശൂഷൻ രാജ്യത്തുള്ള യഹൂദന്മാരെല്ലാവരും ഭയന്നു വിറച്ചു. രാജാവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ കൽപ്പന പിൻവലിപ്പിക്കണമെന്ന് മൊർദെഖായി എസ്തേർ രാജ്ഞിയോട് ആവശ്യപ്പെട്ടു. തന്റെ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ദുരന്ത വാർത്ത എസ്തേർ രാജ്ഞിയെ ഏറെ വേദനിപ്പിച്ചു. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. സ്വന്തം ജനത്തിന്റെ ദുർവിധിയോർത്തവൻ തേങ്ങിക്കരഞ്ഞു പോയേകയായി. നിദ്രാവിഹീനയ ആ കാലരാത്രി തൻ നിമിഷങ്ങളോരോന്നും തള്ളി നീക്കി. ജനത്തിന്റെ ദുർവിധിയോർത്തവൻ തേങ്ങിക്കരഞ്ഞു പോയേകയായി. നിദ്രാവിഹീനയ ആ കാലരാത്രി തൻ നിമിഷങ്ങളോരോന്നും തള്ളി നീക്കി. അടുത്ത ദിവസം രാവിലെ തന്നെ എസ്തേർ രാജ്ഞി രാജസന്നിധിയിലെത്തി ഒരു കാര്യം അറിയിച്ചു. മഹാരാജേ, നാളെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് അതിൽ പങ്കെടുക്കണം. അങ്ങയുടെ വിശ്വസ്തനായ ഹാമാനെ കൂടി അതിലേക്ക് ക്ഷണിക്കണം. രാജ്ഞിയുടെ ഒരു ആവശ്യം നിരസിക്കാത്ത രാജാവ് അവരുടെ അഭ്യർത്ഥന സ്വീകരിച്ചു. എസ്തേർ രാജ്ഞി ഒരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി നിശ്ചിത സമയത്ത് തന്നെ അഹശ്വേരോശ് രാജാവ് ഹാമാനോടൊപ്പം എത്തിച്ചേർന്നു. വിരുന്ന് സൽക്കാരം ആരംഭിച്ചു. ഹാമാൻ, ഒരു പ്രധാന കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ നാം ആഗ്രഹിക്കുന്നു. രാജാവ് ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന മനുഷ്യനെ ഏത് രീതിയിലാണ് ആദരിക്കേണ്ടത്? നിങ്ങളുടെ നിർദ്ദേശം എന്തായാലും അത് നാം അംഗീകരിക്കും. രാജാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹാമാന്റെ ഉള്ളിൽ ആഹ്ലാദത്തിന്റെ അലകൾ ഉയർന്നു. ഒരു നിമിഷം അവൻ ചിന്തിച്ചു, ഈ രാജ്യത്ത് എന്നെക്കാൾ അധികമായി രാജാവ് ആരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യില്ലെന്ന് ഉറപ്പ്. രാജാവിന് തുല്യമായ പദവിയും ജനങ്ങളുടെ അംഗീകാരം എനിക്ക് ലഭിക്കണം. ഒരു പക്ഷേ അടുത്ത രാജാവകാശം പോലും എനിക്ക് ലഭിച്ചുകൂടായികയില്ല. എന്റെ ഏറ്റവും വലിയ ശത്രുവായ മൊർദെഖായിയെയും തൂക്കിലേറ്റുവാനുള്ള കൽപ്പനയും ഇപ്പോൾ തന്നെ രാജാവിനെ കൊണ്ട് പുറപ്പെടുവിക്കാം. ഹാമാൻ മനക്കോട്ട് കെട്ടി. മന്നന്റെ വേഷം ധരിപ്പിക്കണം, പിന്നെ രാജകിരീടം അണിയിക്കണം. ഈ രാജവീതിയിലൂടെയെല്ലാം ആലയിച്ചിടണം മന്നനൊപ്പം. മന്ന
ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും കാണാറുള്ള പ്രസന്ന ഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതോ ഒരു വലിയ പ്രശ്നം അവളെ അലട്ടുന്നുണ്ടെന്ന് രാജാവിന് മനസ്സിലായി. റാണിയുടെ ചിരിയും സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. റാണിയുടെ പ്രശ്നം എന്താണെന്ന് പറയൂ. മഹാരാജാവേ, മരണത്തിന്റെ നിമിഷങ്ങൾ എണ്ണിക്കഴിയുന്നവർക്ക് എങ്ങനെ സന്തോഷിക്കാനാവും? എന്ത്? അഹശ്വേരോഷ് രാജാവിന്റെ രാജ്ഞിക്ക് മരണഭയമോ? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം തെളിച്ചു പറയൂ. റാണിക്ക് വേണ്ടി നാം എന്തും ചെയ്യും. എന്നെ വേണ്ടി ജനത്തെ വധിച്ച് മുൻമൂലം ചെയ്യുവാനുള്ള കൽപ്പന പിൻവലിച്ച് ഞങ്ങൾ ജീവൻ രക്ഷിക്കുവാൻ തിരുവുള്ളുണ്ടാകണം. അത് കേട്ട് രാജാവ് കുപിതനായി. ആരാണത് ചെയ്യുവാൻ പോകുന്നത്? അവൻ എവിടെയാണ്? മറ്റാരുമല്ല, അങ്ങനെ അടുത്ത് നിൽക്കുന്ന ഈ ഹാമാൻ തന്നെ. അങ്ങ് ആദരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മൊർദെഖായി എന്ന നല്ല മനുഷ്യനെ തൂക്കിലേറ്റുവാനുള്ള കരിമരവും ഇയാൾ തയ്യാറാക്കി കഴിഞ്ഞു. എസ്തേറിന്റെ വാക്കുകൾ കേട്ട് ഹാമാൻ ഞെട്ടി. വാക്കുകളേവും അവനുടെ ചിത്തത്തിൽ തീക്കനൽ കട്ടകൾ വീഴ്ത്തുകയാൽ തെല്ലിടം പോവഴി കാണാതവനൊരു കല്ലുപോൽ സ്തംഭിച്ചു നിന്നുപോയി. വാക്കുകളേവും അവനുടെ ചിത്തത്തിൽ തീക്കനൽ കട്ടകൾ വീഴ്ത്തുകയാൽ തെല്ലിടം പോവഴി കാണാതവനൊരു കല്ലുപോൽ സ്തംഭിച്ചു നിന്നുപോയി. എസ്തേറിന്റെ വാക്കുകൾ കേട്ട് രാജാവിന് കോപം കൊണ്ട് വിറച്ചു. ആ കണ്ണുകൾ ചുവന്നു. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രൗദ്രഭാവം ആ മുഖത്ത് നിർമ്മിച്ചു. ആരെവിടെ? നമ്മുടെ എല്ലാമെല്ലാമായ രാജ്ഞിയെ, നമ്മുടെ ജീവൻ രക്ഷിച്ച മൊർദെഖായിയെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയ ഹാമാനെ കൊല്ലുവാൻ നാം ആജ്ഞാപിക്കുന്നു. അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കൂ, രാജാവ് കൽപ്പിച്ചു. രണ്ടു പടയാളികൾ വന്ന് ഹാമാനെ ബന്ധിച്ച് കൽത്തുറങ്കിൽ അടച്ചു. മരണത്തിന്റെ നിമിഷങ്ങൾ എണ്ണിക്കഴിയുന്ന ഹാമാന്റെ കാതുകളിൽ ആരോ പറയുന്നതായി അവന് തോന്നി. സ്വർണ്ണ ചിറകു നൽകും സ്വപ്നങ്ങൾ മിഥ്യയല്ലോ. മർത്യൻ മനസ്സിൽ പടുത്തുയർത്തും ആകാശക്കോട്ടകൾ വ്യർത്ഥമല്ലോ. സ്വർണ്ണ ചിറകു നൽകും സ്വപ്നങ്ങൾ മിഥ്യയല്ലോ. യഹൂദന്മാരെ കൊല്ലുമെന്ന് ഹാമാൻ പുറപ്പെടുവിച്ച കൽപ്പന രാജാവ് റദ്ദു ചെയ്തു. അവർക്ക് എല്ലാവിധ സംരക്ഷണം നൽകണമെന്ന് രാജാവ് കൽപ്പിച്ചു. ഹാമാന്റെ സ്ഥാനത്ത് മൊർദെഖായിയെ നിയമിച്ചു. ഹാമാന് നൽകിയ മുദ്രമോതിരം രാജാവ് തന്നെ മൊർദെഖായിയുടെ വിരലിൽ അണിയിച്ചു. യഹൂദന്മാരെ കൊല്ലുമെന്ന് ഹാമാൻ പ്രഖ്യാപിച്ച ദിവസം കൊട്ടാരത്തിന്റെ കോട്ടവാതിൽക്കൽ 50 മീറ്റർ ഉയരമുള്ള ഒരു കരിമരം ഉയർന്നു. മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കരിമരം. അതിൽ ഹാമാനെ തൂക്കിക്കൊന്നു. ദുഷ്ടനായ ഹാമാന്റെ ജഡം കരിമരത്തിൽ കിടന്നാടുമ്പോൾ നഗരവീഥികളിൽ ജനസഹസ്രങ്ങളുടെ ആർപ്പുവിളികളുടെ വാദ്യമേളങ്ങളുടെ ശബ്ദം ദിഗന്ധങ്ങളെ ഭേദിച്ചു. രാജാവിന്റെ വസ്ത്രങ്ങളും രാജകിരീടവും അണിയിച്ച് മൊർദെഖായിയെ രാജാവിനോടൊപ്പം രഥത്തിലേറ്റി ആനയിക്കുന്നതിന്റെ ആഘോഷമായിരുന്നു അത്. അന്ന് തന്നെ ഹാമാന്റെ 10 പുത്രന്മാരെ ആ കരിമരത്തിൽ തന്നെ തൂക്കിക്കൊന്നു. ജനമെല്ലാം ദൈവത്തെ സ്തുതിച്ചു പാടി. എന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. Jesus is our Savior. മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. യേശുവിൻ്റെ ആദ്യ അത്ഭുതം കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റി. If Jesus says yes, nobody can say no.
ക്രൂശിതനായി. Jesus was crucified at Calvary to save the human race from their sins. അതെ, നിഷ്കളങ്കനായ ആ കുഞ്ഞാട് കാൽവരിയിൽ ക്രൂശിതനായി. ക്രൂശുമരണശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മനുഷ്യരാശിയെ വീണ്ടെടുത്തു. എടാ എണീക്കടാ, സമയം എത്രയെന്ന് നിന്റെ വിചാരം? ക്ലാസ് ഇല്ലേ നിനക്കിന്ന്? എണീറ്റേ. ഈ അമ്മയുടെ ഒരു കാര്യം രാവിലെ തന്നെ തുടങ്ങും ക്ലാസിൻ്റെ കാര്യം പറഞ്ഞു. എടാ, കഥ പറയാതെ ഒന്ന് എണീറ്റ് പോടാ. നിന്റെ അച്ഛൻ കഷ്ടപ്പെടുന്നത് നിനക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയല്ലേ? അതിൻ്റെ വല്ല വിചാരവും നിനക്കുണ്ടോ? ഓ മതി മതി നിർത്ത്. രാവിലെ തന്നെ തുടങ്ങിക്കോളൂ ഉപദേശമായി. പെട്ടെന്ന് ഒരുങ്ങാൻ നോക്ക്. 8 മണിക്കല്ലേ ക്ലാസ്? ദൈവമേ, ഇവൻ എന്ത് പറഞ്ഞാണോ ഒന്ന് നേരെയാക്കുന്നത്. പോയി കുളിച്ചിട്ട് വാ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഇനി കുളിക്കണോ? നല്ല കുളിച്ചതല്ലേ? മര്യാദയ്ക്ക് പോയി കുളിച്ചോണം. ഓ, ഇവൻ ഇതുവരെ എണീറ്റില്ലേ? അടുത്ത ഓൾഡ് പീസ് വന്നു. അമ്മേ, എനിക്ക് റെക്കോർഡ് ബുക്ക് വാങ്ങാൻ കാശ് വേണം. കഴിഞ്ഞ ആഴ്ചയല്ലേ വാങ്ങിയത്? അത് ടി സ്കെയിലായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങി. ഇന്ന് റെക്കോർഡാ. ആ, എത്ര രൂപയാകും? 2500 രൂപ മതി. ഓ, തീരെ കുറഞ്ഞു പോയല്ലോ. ഇത് റെക്കോർഡ് ബുക്കിന് തന്നെയാണോ ആവോ? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല അമ്മേ. എന്താ അമ്മ ഇത്? ഞാൻ അച്ഛനോട് പറയാം. നീ റെഡിയായി വാ, ഞാൻ കഴിക്കാനെടുക്കാം. എന്നാടി അവൻ കാശിന്റെ കാര്യം എന്തോ പറയുന്നത് കേട്ടല്ലോ. അവന്റെ ക്ലാസ്സിൽ എന്തോ സാധനം വാങ്ങാനാണ്. നിങ്ങളുടെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ? എടി, ഇന്നെന്റെ കാശൊന്നുമില്ല, നാളെ തരാമെന്ന് നീ അവനോട് പറ. അമ്മേ, ഇന്നെന്നെ അമ്മേ കഴിക്കാൻ? നല്ല ഒന്നാന്തരം പുട്ടും പഴവും. അയ്യേ, ആർക്ക് വേണം ഈ പുട്ട്? എനിക്കൊന്നും വേണ്ട. ഞാൻ പുറത്ത് പോയി വല്ലതും കഴിച്ചോളാം. കാശ് തന്നാ മതി. എടാ, അതൊക്കെ അഴുക്ക, ദഹിക്കില്ല. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മാസം അവസാനം കോളേജിൽ നിന്ന് ടൂറ് പോകുക. 6000 രൂപയാവും വണ്ടിക്കൂലി, പിന്നെ ചെലവ്. 6000 രൂപയോ? നീ എന്താ പ്ലെയിനിൽ വല്ലാണോ പോകുന്നത്? എടി, ഇവിടെ നോട്ടടിക്കുന്ന വിഷയമൊന്നും ഇല്ല. നേരം വെളുത്തപ്പം തൊട്ട് തുടങ്ങിയാണല്ലോ അമ്മയും മകനും കാശിന്റെ കാര്യവും പറഞ്ഞ്. ഈ വീടിന്റെ ലോൺ അടച്ചിട്ടില്ല.
നിന്റെ ഡ്യൂക്കിന്റെ CC 2 മാസമായി പെൻഡിങ്. അതൊക്കെ നന്നായി ഓർക്കണം. ഇവൾ ഒറ്റ ഒരുത്തിയാ ഈ ചെറുക്കനെ വഷളാക്കുന്നത്. പറഞ്ഞതിനെല്ലാം വളം വെച്ച് കൊടുത്തോളൂ. ബ്രോ, നീ ഇത് റെഡി ആയില്ലേ? സമയമായി, വാ പോവാം. എടാ ഞാൻ ദേ വന്നു. അമ്മയെ കാച്ചിത്താ. എൻ്റെ കയ്യിലൊന്നുമില്ല. അച്ഛനോട് വരുന്നു പറ. ഓ എന്നാ വേണ്ട, ഞാൻ പോവാ. എടേ ബി സിഗരറ്റ് കളയടാ, ഇതാ അവള് വരുന്നുണ്ട്. ഡാ അവളെന്നാ നിന്നെ മൈൻഡ് ചെയ്യാതെ പോയത്? അഞ്ജലി എന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ ഇതാണോ ഓട്ടെ. ഇന്നലെ എന്താ പെട്ടെന്ന് ഓൺലൈനിൽ നിന്ന് പോയത്? അത് എബി, അമ്മ പെട്ടെന്ന് റൂമിലേക്ക് വന്നു. ഓ ഇതാണോ ഈ അമ്മയുടെ ഒരു കാര്യം. എൻ്റെ മൂടാകെ പോയി. സോറിടാ, അമ്മ വന്നോണ്ടല്ലേ. ഇറ്റ്സ് ഓക്കെ അഞ്ജലി, ആളുകൾ ശ്രദ്ധിക്കുന്നു, നീ പൊക്കോ. ഓക്കെടാ, ബൈ. എടാ അൻവറേ, നീ പോയി സിഗരറ്റ് വാങ്ങിയിട്ട് വാ. ഇത്രയും നാൾ ഞങ്ങളല്ലേ വാങ്ങിയത്, ഇനി നീ തന്നെ മേടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, വീട്ടിൽ നിന്നൊന്നും തരാറില്ല ഇപ്പം. നിന്റെ തന്തപ്പടിയുടെ ഈ പൂത്ത കാശുണ്ട്, പിന്നെ നിനക്ക് കൊണ്ടുവന്നാൽ എന്താ? അതൊക്കെ കൊണ്ടുവരാളിയാ, നീ വെറുതെ സീനാകാതെ. ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇനി ഇതൊരു ശീലമാക്കണ്ട. അളിയാ, ഇന്ന് കുപ്പിയൊന്നും എടുക്കുന്നില്ലേ? അത് ശരിയാണല്ലോ. എടാ മനു, നീ നിഖിലിനെ വിളിച്ചിട്ട് ഒരു കുപ്പി എടുക്കാൻ പറ. വരുന്ന വഴി ശബാനെ കൂടി പിക്ക് ചെയ്തു. അല്ല, എവിടെ ഇരുന്ന് അടിക്കും? എടാ എൻ്റെ വീട്ടിലേക്ക് പോകാം. അച്ഛനും അമ്മയും അച്ഛമ്മയെ കാണാൻ പോവുക, വൈകിട്ടേ വരൂ. ഹലോ ഹലോ, എടാ നിഖിലേ, നീ ഒരു കുപ്പിയും മേടിച്ചോണ്ട് എവിയുടെ വീട്ടിലോട്ട് പോവാ. വരുന്ന വഴിക്ക് സവാനെ കൂടെ കുപ്പിക്കും, ഞങ്ങൾ അവിടെ കാണും. അരെ എബിയെ, നിനക്ക് അവളോടുള്ള സ്നേഹം സീരിയസ് ആണോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? ഓ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എടാ മനു, അവളെൻ്റെ ജീവനാളാ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവൾക്കും അതുപോലെ തന്നെയാ. ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു. എന്നാ വാ, ഞങ്ങൾക്ക് എബിയുടെ വീട്ടിൽ പോ. ഓ എപ്പോഴേലും വന്നല്ലോ. എൻ്റെ അമ്മാവനല്ല അവിടെ സാധനം തരാനിരിക്കുന്നത്. ഹാ എന്തേലും ആട്ടെ, വെള്ളം വന്ന സ്ഥിതിക്ക് നമുക്ക് വള്ളം കളി തുടങ്ങാം. ഇങ്ങനെയാണ് കുപ്പി പൊട്ടിക്കുന്നത്. ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിനൊക്കെ ഒരു നാക്കുണ്ട്. ഇച്ചിരി കയറ്റി ഒഴിക്കടാ, നിനക്കെന്താ ഒരു മടി? അവള് വിളിക്കുന്നു. ഞാനിപ്പോ സംസാരിച്ച് ശരിയാവില്ല, നീ സംസാരിക്കും. അവളെന്താ പറഞ്ഞേ? ഒന്നുമില്ല അളിയാ, അവൾക്ക് നിന്നെ നാളെ ഒന്ന് കാണണമെന്ന്. എന്താ അഞ്ജലി എന്നെ കാണുന്നു പറഞ്ഞേ? അത് എബി, നമ്മൾ തമ്മിൽ ചേർന്ന് പോവില്ല. നമ്മളെ കാസ്റ്റ് വലിയൊരു പ്രശ്നമാണ്. തിരുനാളും ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നല്ലോ, ഇപ്പോൾ നീ എന്താ ഇങ്ങനെ പറയണേ? അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ എൻ്റെ വീട്ടുകാരറിഞ്ഞു. എൻ്റെ വീട്ടുകാരെ എനിക്ക് നാടൻ കെടുത്താൻ വയ്യ. ഇനി ഈ ബന്ധം തുടർന്നു പോവില്ല. ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു കാണായി എനിക്ക് തോന്നുന്നില്ല. നീ വെറുതെ കള്ളം പറയണ്ട. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? നീയല്ലേ എന്നെ ചതിച്ചത്? മനുവെല്ലാം എന്നോട് പറഞ്ഞു, നീ അമിതമായി ലഹരിക്ക് അടിമയാണെന്ന്. അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ കേട്ടോ, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, വേറെ ആരുമല്ല, നിന്റെ സുഹൃത്ത് മനു. ഡാ എബി, ഡാ. എടാ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? എടാ എന്ത് പറ്റി? കാര്യം എന്താ? എടാ അൻവറേ, ഇവരെന്നെ ചതിക്കുമായിരുന്നടാ. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. നിന്നെ വേണ്ടാത്ത പെണ്ണിനെയും സുഹൃത്തിനെയും നിനക്കെന്തിനാടാ? പോകാൻ പറ.
വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ ഞാനൊരു പരിഹാസപാത്രമായി മാറി. ഇതിന് കാരണം എൻ്റെ ലഹരിയുടെ ഉപയോഗമാണ്. എന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ ഇനിയെങ്കിലും എനിക്ക് ജീവിച്ചു കാണിക്കണം. ആറ് മാസങ്ങൾക്ക് ശേഷം എബിയുടെ വീട്. അമ്മേ, അമ്മേ ഒന്ന് ഓടി വാ. എന്താ മോനെ, എന്തു പറ്റി? അമ്മേ, ബ്ലഡ്. ഒന്നിങ്ങ് വന്നേ, ഓടി വാ. എന്താടി, എന്തു പറ്റി? അവൻ ബ്ലഡ് ഛർദ്ദിക്കുന്നു. മോനെ, നിനക്ക് എന്തു പറ്റിയടാ? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്താ ഡോക്ടർ ഞങ്ങളുടെ മകന് സംഭവിച്ചത്? ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എൻ്റെ പേഷ്യൻസിനോട് കള്ളം പറയാറില്ല. നിങ്ങളോടിത് പറയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. യു ആർ വെരി ലേറ്റ്. നിങ്ങളുടെ മകന് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ മകനെ രക്ഷിക്കാൻ കഴിയില്ല ഡോക്ടർ. ഈ ജീവിതം എനിക്ക് മടുത്തു. ഞാനിത് അവസാനിപ്പിക്കാൻ പോവുക. ലഹരിയുടെ ഉപയോഗം കാർന്നെടുക്കുന്ന ജീവിതങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തിരിച്ചറിവിൻ്റെ കാലം എത്തുമ്പോഴേക്കും ജീവിതത്തിൻ്റെ നിറങ്ങൾ കെട്ടുപോയിട്ടുണ്ടാകും. സുഖലോലുപതയുടെ ഹരം പിടിച്ചു പോകുമ്പോൾ സഹോദര ഒന്നോർക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബം നിനക്കുണ്ട്. നല്ല ഒരു നാളേക്കായി നമുക്ക് തീരുമാനമെടുക്കാം. ലഹരിക്ക് വിടാം.